തിരുസഭ നമുക്ക് പല തരം ഫീസ്റ്റുകൾ പല ദിനങ്ങൾ നമുക്ക് ആചരിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതും ഈ ഒരു കൽപ്പനയുടെ കീഴിൽ വരും. കീപ് ദ ഡേ ലോർഡ്സ് ഡേ ഹോളി. CCC 2177 അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലായിട്ട് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഓൾസോ നമ്മുടെ കർത്താവിന്റെ പിറവി ദിനം, പ്രത്യക്ഷീകരണം, സ്വർഗാരോഹണം, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ, ദൈവമാതാവായ മറിയത്തിന്റെ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ, വിശുദ്ധ യോസേപ്പിന്റെ തിരുനാൾ, വിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ തിരുനാൾ, സകല വിശുദ്ധരുടെയും തിരുനാൾ എന്നിവയും ആചരിക്കപ്പെടണം. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ ദിവസങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിന്നും പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഫുൾഫില്ലിങ് ആക്ച്വലി. അപ്പോൾ ഇന്ന ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെ ആശ്രമത്തിൽ ആചരിക്കുമ്പോൾ ഞങ്ങൾ മുൻപേ തന്നെ ഇതിങ്ങനെ കാലണ്ടറിൽ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാകും. നമ്മൾ വലിയ കാലണ്ടറിൽ ഇതിൻ്റെ എല്ലാ ഡേറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആചാരം എനിത്തിങ് ലൈക്ക് ബോഡി ആൻഡ് ബ്ലഡിൻ്റെ ഫീസിന് വേണ്ടി ദ ഹോൾ മന്ത് വി പ്രിപ്പയർ ബിക്കോസ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ അസ്. അപ്പോൾ അങ്ങനെ തന്നെയായിട്ട് ചാപ്പൽ അലങ്കരിക്കുകയും അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ചാപ്പല് വല്ലാണ്ട് അലങ്കരിക്കില്ല, ജസ്റ്റ് സിമ്പിൾ ആണ് റിമൈൻഡ് us ഓഫ്. അതായത് നമ്മൾ ആ ഡേയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത കാണിക്കാൻ കുറച്ചൊരു ഡെക്കറേഷൻ, ഒരു 10-20 വാസൊന്നും വേണ്ട അല്ലേ. നമ്മളിവിടെ ഒരു വാസ് അല്ലെങ്കിൽ മാക്സിമം 2 വാസ് മതി, അല്ലെങ്കിൽ ഹോൾ ഡേ വിൽ ഗോ ബിഹൈൻഡ് ദാറ്റ് അലങ്കാരവും വാസും. അപ്പോൾ ആ ഫീസ്റ്റിൻ്റെ മെയിൻ ക്രക്സ് നമുക്ക് നഷ്ടമാവും. ഇപ്പോൾ സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ഫീസ്റ്റൊക്കെ ഉണ്ടായാൽ വല്ലാണ്ട് കുറേ സമയം അലങ്കാരത്തിലും വാസ് വയ്ക്കുന്നതിലും ചിലവഴിക്കരുത്. പിന്നെ ആത്മീയമായിട്ട് ഡ്രൈ ആയിട്ട് നടക്കാം. ഒരു ചെറിയ ചാപ്പലിലൊക്കെ 1 വാസ് മതി, കുറച്ചും കൂടി വലിയ ചാപ്പൽ 2 വാസ്, ഇനി വല്ലാണ്ട് വലിയ ചാപ്പലാണെങ്കിൽ 3-4, ഇത് 10-20 വാസൊക്കെ വെച്ച് അപ്പോൾ പിന്നെ ബാക്കി പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കൊക്കെ എവിടെയാണ് സമയം? വല്ലാണ്ട് അലങ്കാരമൊക്കെ കുറച്ച് കുറഞ്ഞ കർത്താവ് അതൊന്നും നോക്കണില്ല. പിന്നെ നമ്മൾ ഒരു ഫ്രഷ് വാസ് വെക്കുന്നു, ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പെഷ്യൽനെസ് കാണിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ വല്ലാണ്ട് അലങ്കാരം വേണ്ട. അതെന്താ ആ ചെറിയ റിമൈൻഡറിന് വേണ്ടിയായിരുന്നു. ചാപ്പലിൽ വെരി സിമ്പിൾ ആയിട്ടുണ്ടാവുന്നു. എന്നാൽ ക്രിയേറ്റിവിറ്റി വേണം താനും. ചിലർ അലങ്കാരം വേണ്ടാന്ന് പറഞ്ഞ ഒരു ഡ്രൈ ആയിട്ട് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ, അതുമല്ല. പക്ഷെ ദ സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഇവിടെ ആശ്രമത്തിൽ ചെയ്യുന്ന ഞങ്ങൾ വൺ തിങ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത് വാസ് ഹെവൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങൾ ഓരോ പ്രാർത്ഥനകൾ ലൈക്ക് റെയിൻ ദ ഹോളി ലോർഡ്, യേശു പ്രാർത്ഥന, യേശു പ്രാർത്ഥന, യേശു ക്രിസ്തു കർത്താവേ ഹാവ് മെർസി ഓൺ യെസിന, റോസറീസ്, കൊന്ത, ജപമാല എന്നിവയൊക്കെ ചൊല്ലിയിട്ട് ഇതൊക്കെ ഓരോ കളക്ഷൻ പോലെ. അപ്പോൾ ഓരോരുത്തരുടെയും പേരിൽ ഇങ്ങനെ നമ്പർ കുറിച്ചിട്ട് ഇത്ര റോസറി കഴിഞ്ഞു, ഇത്ര ജീസസ് പ്രയർ കഴിഞ്ഞു എന്നിട്ട് കുറിച്ചിട്ട് അതൊരു ലിസ്റ്റിലിടും. ബിക്കോസ് ഈ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് ഇന്നൊരു ഡെപ്പോസിറ്റ് കൊടുക്കാം, ബാങ്കിൽ നിക്ഷേപിക്കണം. അത് പലിശയുടെ അടക്കം കൂടി വരും. ക്യാൻ യു ഇമാജിൻ? ഒരു കൊന്ത ചൊല്ലി അതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ അടക്കം കുറച്ച് കഴിയുമ്പോൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ള 4 കൊന്തയായിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ബാങ്കിൽ നിക്ഷേപിക്കണം. വെറുതെ റോട്ടിലും വീട്ടിലും വെച്ചാൽ വർദ്ധിക്കില്ല. അപ്പോൾ ബാങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്പിരിച്വൽ ബാങ്കിൽ നിക്ഷേപിച്ച പലിശ വർദ്ധിച്ച് ഈ നിക്ഷേപിച്ച ഇത് വർദ്ധിക്കും, ഇരട്ടിയാവും. വീട്ടിൽ കബഡിൽ വെച്ച് ഇരട്ടിയാവോ? റോട്ടിൽ ഇങ്ങനെ വെറുതെ വെതറിയിട്ട് ഇരട്ടിയാവോ? അപ്പോൾ സ്പിരിച്വൽ ബാങ്ക്. അപ്പോൾ ഏത് ബാങ്ക് മാനേജറാന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ബാങ്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ബാങ്കാണ് നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ബാങ്കാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ബാങ്കാണോ, ആ മാനേജർ കുഴപ്പമുണ്ടോ, അപ്പോൾ ഏത് ബാങ്കിലാണ് ഇടണേന്നും കൂടെ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൾമോർ ഈ ഫീസ്റ്റ് ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ തിരുനാളൊക്കെ വരുമ്പോൾ ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരിസംസ് അല്ലെങ്കിൽ ആ ഒരു വെർച്യൂ ദാറ്റ് വിച്ച് ദേ കെപ്റ്റ്, ആ ഒരു പുണ്യത്തിൻ്റെ നമുക്ക് അതൊരു
അഭ്യസിക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. ബിക്കോസ് ആ ഒരു വിശുദ്ധയുടെ സാന്നിധ്യം ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് കീപ്പ് ചെയ്യാം. എത്രത്തോളം നമ്മൾ തിരുസഭ നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് റെവറൻസോടെ റെസ്പെക്റ്റോടെ കൈകാര്യം ചെയ്യുന്നു, അത്രത്തോളം നമ്മളെ സോൾ കർത്താവിലേക്ക് അടുക്കുന്നതായിട്ട്. ഈ വിജയസഭ എന്ന് പറയുമ്പോൾ വിജയസഭയിലുള്ളവരെ ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞ് വിജയിച്ചിരിക്കണവരാ, സ്ഥാനം പിടിച്ചു, ഓൾറെഡി പണി കഴിഞ്ഞ് വിജയിച്ചിങ്ങനെ ഇരിക്കുക. വിജയിച്ചിരിക്കുന്ന പ്രത്യേകത എന്താ? ഇനി ബാക്കിയുള്ളവരെ സഹായിക്കും. അപ്പം നമ്മളത് ഉപയോഗപ്പെടുത്തണ്ടേ? ഈ സമരസഭയിലുള്ളവർക്ക് ഇപ്പോഴും പണിയുണ്ട്, സമരം ചെയ്തുകൊണ്ടിരിക്കണം. സഹനസഭയിലുള്ളവർക്കും പണിയുണ്ട്, സഹിച്ചുകൊണ്ടിരിക്കണം. ഈ വിജയസഭയിലുള്ളവർ വിജയം വരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ വിശുദ്ധനും പേര് വിളിച്ചിട്ട് ഹലോ എന്നെ സഹായിക്കുമോ, എന്തായാലും വിജയിച്ചിരിക്കുകയല്ലേ, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടണം. നമ്മൾ വിളിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞ് വിളിയേക്കും. വിളിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ. അപ്പോൾ ചിലർ വിളിക്കും അന്ന് സകല വിശുദ്ധരെന്ന് വിളിച്ചാൽ മതിയില്ലേ. ഓക്കെ, സകല വിശുദ്ധരെന്ന് വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ ഒരു പ്രത്യേക വിശുദ്ധനോട് പേരെടുത്ത് പറഞ്ഞ ഒരു പ്രത്യേക അറ്റൻഷൻ തരില്ലേ? ജനറൽ ആസ്പെക്റ്റും പർട്ടിക്കുലർ. അത് തന്നെ. ജനറൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാക്കും, എന്തെങ്കിലും തരും, ഹെൽപ്പ് തരും. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ അടുത്ത് 2025 വിശുദ്ധമാകാൻ പോകുന്ന ബ്ലെസ്സഡ് കാർലോക്കിറ്റസ്. അപ്പോൾ ബ്ലെസ്സഡ് കാർലോക്കിറ്റസിനെ മെയിൻലി വിളിക്കുക ടെക്നോളജിക്കലി എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോബ്ലം വരുമ്പോൾ ടെക്നോളജി ഗാഡ്ജറ്റ്സും എന്തിനാ ഉപയോഗിച്ച് കാർലോക്കിറ്റസ് അത് സുവിശേഷ പ്രഘോഷണം. അപ്പം ഞങ്ങളിവിടെ മെയിൻലി ടെക്നോളജികളൊക്കെ അതിന് തന്നെ ഉപയോഗിക്കണേ. പക്ഷെ അതിന് എന്തെങ്കിലും എങ്ങനെ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പറയണതെന്ന് വിചാരിച്ച് അല്ലല്ലേ? ഇവിടുത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടുത്തെ അപ്പോൾ എന്തെങ്കിലും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇത് വരാൻ പോവുകയാണ്. ഇപ്പോൾ ബ്ലെസ്സഡ് കാർലോക്കിറ്റസ് അപ്പോൾ അത് വേഗം ശരിയാവണം. അല്ലെങ്കിൽ അന്തോണീസ് പുണ്യാളനെയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കോമൺ ആയിട്ട് വിളിക്കാറ്. സാധനങ്ങൾ അത്രയും കാണാതെ പോകുന്നുണ്ട്, സാധനങ്ങള് കാണാതെ ആക്കുന്നുണ്ട്, കാണാതെ പോകുന്നതല്ലേ, കാണാതെ ആക്കാണ് ചെയ്യണത്. അപ്പൊ എവിടെ വെച്ചെന്ന് കൃത്യം ഓർമ്മ കിട്ടില്ല. അപ്പൊ തന്നെ നിർമ്മലമായ മൂതം ഇങ്ങനെ സംസാരിക്കും ഞങ്ങൾ ശരിക്കും. അല്ലെങ്കിൽ എന്നും വരും എന്തെങ്കിലും ആരെങ്കിലും ഒന്നും പ്രാർത്ഥിക്കിട്ടില്ല കിട്ടില്ല. അപ്പൊ ആരെങ്കിലും ഉണ്ടാവും സ്പെഷ്യലായിട്ട് ഓരോരോ സെയിൻസ് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കണ. ഉണ്ണീശോടെ ആരും പറയുന്നില്ലേ? അറിയും, ഉണ്ണീശോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഞങ്ങൾ അത് ഉണ്ണീശോ പോയി കാണിച്ചു തരും, ഇവിടെ വാ വാ. അപ്പൊ നമ്മള് 10 കൽപ്പനകളെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ. ഇപ്പൊ 3ാമത്തെ കൽപ്പന വരെ എത്തിക്കും, 4ാമത്തെ 5ാമത്തെ അതേപോലെ തന്നെയാണ് തിരുസഭയുടെ കൽപ്പനകള്. പ്രിസെപ്റ്റ്സ് ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിലത്തെ ഫസ്റ്റ് കൽപ്പനയാണ് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ CCC ഭാഗത്ത് കുറേ തിരുനാളുകൾ നമ്മൾ വായിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഈ തിരുനാളിൽ ഞാൻ പള്ളിയിൽ പോയിട്ടില്ലല്ലോ, ഈ തിരുനാളിൽ ഞാൻ പോവാറില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ചില കാര്യങ്ങൾക്ക് പരിശുദ്ധ കത്തോലിക്ക സഭ തന്നെ ആ ദിവസം ഞായറാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സ്പെഷ്യൽ പെർമിഷൻ ഓഫ് ദ ഹോളി സീ വെച്ചിട്ട്, അതായത് പരിശുദ്ധ സിംഹാസനം പറയുന്നതിനനുസരിച്ചിട്ട് ചില തിരുനാളുകൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കടമുള്ള ദിവസങ്ങൾ അങ്ങനെ പോവില്ല. അത് വികാരി അച്ഛൻ നിങ്ങൾക്ക് ഇടവകയിൽ വിളിച്ച് പറയും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, അയ്യോ ഈ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിന് ഞാൻ പള്ളിയിൽ പോയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളിന് ഞാൻ പള്ളിയിൽ പോയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അതിന് വേണ്ടിയിട്ടും കൂടി പറഞ്ഞത്. അപ്പോൾ ഈ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാൾ, ഞായറാഴ്ച ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാബത്ത് ദിവസം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തിരുനാളുകൾ. അതും നമ്മൾ കീപ്പ് ചെയ്യണം. അന്നും ഇതുപോലെ ഫീസ്റ്റ് പോലെ നമുക്ക് ആഘോഷിക്കാം മീൻസ് ആചരിക്കാം, അന്നും ചിരിക്കും അല്ലേ? അന്നും നമ്മൾ ചിരിക്കും. സാധാരണ ദിവസം ചിരിക്കില്ല, ചിരിക്കും. ഇത്രയുള്ള നമുക്കൊരു റുട്ടീൻ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്. ഓരോരുത്തരുടെ ജീവിതത്തിനും സന്യാസത്തിലായാലും പൗരോഹിത്യത്തിലായാലും വിവാഹ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഒരു റുട്ടീൻ ഉണ്ട്. അല്ലെങ്കിൽ അഗസ്ത്യ ജീവിതം നയിക്കുന്നവരായാലും അവർക്കൊരു റുട്ടീൻ ഉണ്ടാവും. ആ റുട്ടീനിൽ നിന്ന് കുറച്ചൊരു എക്സ്ട്രാ സന്തോഷം. നമുക്ക് എല്ലാ ദിവസവും സന്തോഷമാണ്. കാരണം വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കും. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം.
പക്ഷെ അതേപോലെ ഒരു എക്സ്ട്രാ നമ്മൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദൈവത്തോട് നമ്മൾ ആ ഒരു കൂറ് പുലർത്തുക എന്നൊക്കെ പറയും, ആ ഒരു ദൈവമേ ആ ദൈവത്തിനോടത്ത് കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ദിവസങ്ങളായിട്ട് ഈ ഒരു ഞായറാഴ്ച ആയാലും കടമുള്ള ദിവസം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ എന്താ ഗുണം നോക്കിയിട്ട് മാത്രമല്ല, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒറിജിനൽ രൂപത്തിലേക്ക് നമ്മൾ വരും. നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം ചിലപ്പോൾ തിരിച്ചു കിട്ടും, വികൃതമായി പോയ ദൈവിക ഛായ ചിലപ്പോൾ ശരിയാവും. അപ്പോൾ ദൈവത്തിന് ആരാധിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു ഒറിജിനൽ നേച്ചർ അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആ പ്രകൃതി തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അതിൽ ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആരാധനാ കടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നന്ദി കടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദൈവവിളിയുടെ ആൻസർ ചെയ്യുന്നതിലുള്ള കടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി കടങ്ങൾ കൂട്ടാതെ ഉള്ള കടങ്ങളുടെ പൊറുതി സ്വീകരിക്കുക. ഇനിയെങ്കിലും നമുക്ക് കറക്റ്റ് ട്രാക്കിൽ ജീവിക്കാനായിട്ട് നോക്കാം. പേടിക്കാനൊന്നുമല്ല, ഈശോ പറഞ്ഞ് ഭയപ്പെടേണ്ട, പക്ഷേ ജാഗരൂകരായിരിക്കും. അലേർട്ട്നെസ്, വിജിലൻസ്, ജാഗ്രത വേണം. പേടി പാടില്ല, ഭയം പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശരിയാക്കിയാൽ ജീവിതത്തിലെ മറ്റ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. യെസ്. പയറിനൊക്കെ നിറച്ച് കീടങ്ങളായിരിക്കും. എത്ര നല്ല പയറായിരുന്നു, എത്ര ജീവികൾ തിന്നത്. ഇവിടുത്തെ കുറച്ച് ഇൻഫെസ്റ്റേഷൻ പയറ് ഉണ്ട്, കുറച്ചുണ്ട്. പക്ഷെ കുറച്ചെല്ലാം കീടങ്ങൾ വന്നിട്ട് നശിപ്പിച്ചു. ഇവിടെ നോക്കിയേ, ഞാനിങ്ങനെ നോക്കിയായിരുന്നു ഈ പയറിന്റെ ഇലയൊക്കെ ഈ ജീവികൾ, ചെറിയ ജീവികൾ തിന്നിട്ട് ചില പയറുകളൊക്കെ തിന്നിട്ട്. നേരത്തെ അതിനെന്താ പേര് പറഞ്ഞല്ലോ? ഇൻഫെസ്റ്റേഷൻ. അതിങ്ങനെ കുറേ ഇൻസെക്ട്സ് അല്ലെങ്കിൽ കുറേ ബേർഡ്സ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള അറ്റാക്ക് വരുന്നതാണ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതൊരു അഡ്വേഴ്സറി പ്ലേ ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഇൻഫെസ്റ്റേഷൻ. കുറേ കീടങ്ങളും കീടബാധ മലയാളത്തിൽ അതിനെ കീടബാധ എന്ന് പറയും. ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരു വിശുദ്ധൻ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, വർദ്ധച്ചൻ എന്ന് പറയും. താഴെ വിലക്കാനൊക്കെ ബ്ലെസ്സഡ് വർദ്ധച്ചൻ ഇന്റർസെക്ഷനിലൂടെ കുറേ പേർക്ക് സാധിക്കാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഏത് കീടബാധയായാലും നമ്മുടെ പറമ്പിലെ കാര്യങ്ങളായാലും എല്ലാത്തിൻ്റെ മേലെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കീടങ്ങളൊന്നും ശരിക്കും നമ്മൾ ഉപദ്രവിക്കേണ്ടതല്ല. പിന്നെ നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് ഈ പ്രകൃതിയുടെ മേലൊരു കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലേ? ഉൽപ്പത്തിയിൽ പറയുന്നുണ്ടല്ലോ, അതെ, എല്ലാത്തിനും മേലെ അധികാരം, ഡൊമിനിയൻ ഓവർ ഓൾ ദാറ്റ് ഇസ് ഓൺ ദി എർത്ത്. അതാണല്ലോ ആദം പേരിട്ട, എല്ലാത്തിനും പേരിട്ടത് ആദമാണത്. വിശുദ്ധർക്കൊക്കെ അതിൻ്റെ മേലെ അങ്ങനെ അധികാരം കിട്ടിയപ്പോൾ ബ്ലെസ്സഡ് വർദ്ധച്ചൻ്റെ കാര്യം തന്നെ പറയുന്നത്, ആ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ, ആ പാപത്തിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ പിന്നെ ആ ആൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ആളുടെ ഇൻ്റർസെക്ഷനിലൂടെ സംഭവിക്കുകയാണ് ഇങ്ങനെ. കീടങ്ങൾക്ക് പോകേണ്ടി വരികയാണ്, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അവിടെ ജീവികൾക്ക് അവിടെ അവരനുസരിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കും വിശുദ്ധിക്ക് വേണ്ടി എത്ര ദാഹിക്കണം. നമ്മുടെ മേലും ലോകത്തിൻ്റെ മേലും നമ്മുടെ ചുറ്റിലൊക്കെ നമുക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതാണ് നമ്മുടെ ശരിക്കുള്ള സത്യം. മനുഷ്യൻ അങ്ങനെ ആവേണ്ടതാണ്, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ അങ്ങനെ ആവേണ്ടതാണ്. പക്ഷെ അപ്പം അതിനു വേണ്ടി നമ്മൾ ദാഹിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മളെ വളർത്തും, കുറേ ഉയർത്തും. അപ്പോൾ നമ്മളിങ്ങനെ ദുഃഖിച്ചും വിഷമിച്ചും ഒന്നും കഴിയാതെ എല്ലാത്തിനും പാപം മാറ്റിയാൽ മതി. പാപമാണ് നമ്മളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്, എല്ലാത്തിൽ നിന്നുമുള്ള ഒരു ഇതും എന്താ പറയുക, എല്ലാത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. ഈ ഭൂമിയൊക്കെ നല്ലതാണ്. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ദാഹിക്കണം. പിന്നെ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഇതുപോലെ കീടബാധ ഉണ്ടെങ്കിൽ ബ്ലെസ്സഡ് വർദ്ധച്ചൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം, വാഴ്ത്തപ്പെട്ട വർദ്ധച്ചൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. പിന്നെ ഒരു കാര്യം CCCയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മാൻ ഇൻ പാരഡൈസ്, പറുദീസയിലായിരുന്നപ്പോൾ
നമുക്ക് ഒറിജിനൽ ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ഒറിജിനൽ ഹോളിനെസ് ഉണ്ടായിരുന്നു. ഒറിജിനൽ ജസ്റ്റിസ്, ഒറിജിനൽ ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും. അപ്പോൾ ഈ ഉത്ഭവ വിശുദ്ധി, ഒറിജിനൽ ഹോളിനെസ് അല്ലെങ്കിൽ ഒറിജിനൽ സാങ്ക്ടിറ്റി എന്ന് പറയുമ്പോൾ അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം ഹാർമണി ഉണ്ട്. പക്ഷെ ഉത്ഭവ നീതി, ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളും നമ്മളുടെ ഉള്ളിലുമായിട്ടും നമ്മളെ ചുറ്റിലുമായിട്ടും നമ്മുടെ ആനിമൽസ്, പ്രകൃതി, മറ്റ് മനുഷ്യർ, മറ്റ് ജീവികൾ എന്നായിട്ടുള്ള ഒരു ഹാർമണി. അപ്പോൾ ഈ ഒരു ബ്ലെസ്സഡ് വർദ്ധച്ചൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് ഒറിജിനൽ ഹോളിനെസ്സിലൂടെ ഒറിജിനൽ ജസ്റ്റിസിലേക്ക് വന്നപ്പോഴാണ് ഈ ചുറ്റുപാടത്തുള്ള ഈ ക്ഷുദ്രജീവികളാണെങ്കിലും ചാഴി ഇവരൊക്കെ ആണെങ്കിലും കീടങ്ങളൊക്കെ ആണെങ്കിലും ഇതിനനുസരിച്ച് ഈ ഒരു വിശുദ്ധി, കർത്താവായ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ഒരു വിശുദ്ധൻ, ഒരു ബ്ലെസ്സഡ്, ഒരു വെനറബിൾ അതായതുകൊണ്ടാണ് ഇങ്ങനത്തെ പൂഴികൾക്കൊക്കെ മാറിപ്പോകാൻ സാധിക്കും. അറ്റ് വൺസ് ചാഴികൾക്ക് മാറിപ്പോകാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദി ഇന്റർസെഷൻ. സോ ആ ഒരു ഹോളിനെസ്സിലേക്ക് വളരാൻ നമുക്ക് വിശുദ്ധി സൂപ്പർ അല്ലേ? ശരിക്കും വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ മതി, പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊതി തോന്നും. വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പുള്ളുണ്ടാവും. Rain the holy ruach, Lord, rain forevermore.